വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട കേസിൽ പ്രധാന സാക്ഷിയെ കണ്ടെത്തി. ബീഹാർ സ്വദേശിയായ ശങ്കറിനെ കൊച്ചുവേളിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രതിയെ സാഹസികമായി കീഴടക്കുകയും സഹയാത്രികയെ രക്ഷിച്ചതും ഇയാളാണ്. റെയിൽവേ പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ രക്ഷകന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ഒക്കെ. ഒടുക്കം പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഇദ്ദേഹത്തെ കാണാഞ്ഞപ്പോൾ തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണോ എന്ന സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, ബീഹാർ സ്വദേശിയാണ്. എങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് പോലീസ് എത്തിയത്? കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരുന്നു റെയിൽവേ പോലീസ്. നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ ഫോട്ടോസൊക്കെ കൊടുത്തുകൊണ്ട് വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ഹിന്റ് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ, വലിയ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് റെയിൽവേ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം. എന്തായാലും അവസാനം അയാളെ കണ്ടെത്തിയിരിക്കുന്നു. ആ രക്ഷകൻ്റെ പേര് ശങ്കർ എന്നാണ്. ബീഹാർ സ്വദേശിയാണ്. അയാൾ കഴിഞ്ഞ 13 വർഷങ്ങളായി കൊച്ചുവേളിയിലെ ARC സീഡ്സ് എന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അയാൾ നാട്ടിൽ പോയതാണ്. നാട്ടിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സ്ത്രീക്കുട്ടിയെയും അതോടൊപ്പം തന്നെ അർച്ചനയെയും ആക്രമിക്കുന്ന സമയത്ത് ഈ പ്രതി സുരേഷിനെ പിടിച്ചു കീഴ്പ്പെടുത്തുന്നത് ഇയാളാണ്. ആ സ്ത്രീക്കുട്ടിയെ ട്രെയിനിൽ നിന്ന് ഈ പ്രതി സുരേഷ് ചവിട്ടി പുറത്തേക്ക് വിട്ടിരുന്നു. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന അർച്ചനയെ എടുത്ത് പുറത്തോട്ട് എറിയാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ശങ്കർ ഓടിയെത്തുന്നതും അതിനുശേഷം ഇയാളെ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത്. നമുക്ക് ഇതിനെ ഇയാളോട്ട് എത്തിയിരിക്കുന്ന വഴികൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വർക്കലയിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഇത് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നു. ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറയാണ് അത് നിർത്തുന്നതാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശങ്കറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പപ്പുറാം എന്ന് പറയുന്ന സുഹൃത്തും കൂടി അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അവർ തിരിച്ചു അങ്ങനെ പുറകോട്ട് പോകുന്നതിനിടെയാണ് മറ്റൊരു ട്രെയിൻ പോകുന്നതായി കാണുന്നത്. അപ്പോൾ സ്വാഭാവികം അവർ പ്രതീക്ഷിക്കുന്നു ഇത്രയും സമയമായി എന്തായാലും അവരെ കൊണ്ടുപോയിട്ടുണ്ടാവും, രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയാണ്. അതിനുശേഷം അവിടെ ആ ഒരു ജംഗ്ഷനിൽ വെച്ച് ഇവരുടെ ദൃശ്യങ്ങൾ ഒരു CCTV ക്യാമറയിൽ പതിയുകയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട തെളിവായി റെയിൽവേ പോലീസിന് ലഭിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങുന്നത്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇവർ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ, അതോടൊപ്പം തന്നെ സമീപമുള്ള കടകൾ ആളുകളുടെയൊക്കെ അടുത്തെത്തിയിട്ട് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇയാളെ കണ്ടിരുന്നു, ഇയാൾ എൻ്റെ ഓട്ടോയിൽ കയറിയിരുന്നു എന്നുള്ള ഒരു വിവരം നൽകുന്നത്. ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് കൊച്ചുവേളി ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കി എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഈ റെയിൽവേ പോലീസ് കൊച്ചുവേളി ജംഗ്ഷനിലെത്തുന്നു. അവിടെ കേന്ദ്രീകരിച്ച കടകളിലൊക്കെ അവിടെ ഇതിനെക്കുറിച്ച് കടകളിൽ അന്വേഷിക്കുന്നു. അപ്പോൾ ഒരു കടയിലെ ഒരു ജീവനക്കാരനാണ് പറയുന്നത്, ഇത് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ എവിടെയോ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ റെയിൽവേ പോലീസ് ഈ സമീപമുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഇവർ ഈ സ്ഥാപനത്തിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് അല്പസമയം മുമ്പ് ഈ ശങ്കറിനെയും അതോടൊപ്പം തന്നെ സുഹൃത്ത് പപ്പുവിനെയും റെയിൽവേ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഈ ശങ്കറിൻ്റെ മൊഴിയാണ്. കാരണം ഈ പെൺകുട്ടികളെ സുരേഷ് ആക്രമിക്കുന്നത് കണ്ടത് ഇവരാണ്. അതുകൊണ്ട് ഏത് വിധേനയും ഇവരെ കണ്ടെത്തുക എന്നുള്ളൊരു ഒരു അന്വേഷണത്തിൽ തന്നെയായിരുന്നു, ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ തന്നെയായിരുന്നു റെയിൽവേ പോലീസ് ഉണ്ടായിരുന്നത്. എന്തായാലും അവരുടെ ആ ഒരു പരിശ്രമം, ആഴ്ചകൾ നീണ്ടു നിന്ന പരിശ്രമം അവസാനം ഫലം കണ്ടിരിക്കുന്നു. റെയിൽവേ പോലീസ് ആ ശങ്കറിലേക്ക്, ആ രക്ഷകനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായും ശങ്കർ എന്ന ബീഹാർ സ്വദേശി, ആ രക്ഷകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു ലോക്കൽ പോലീസും റെയിൽവേ പോലീസും ഒക്കെ. ഒടുക്കം അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു. കൊച്ചുവേളിയിൽ നിന്ന് ബീഹാർ സ്വദേശിയായ ശങ്കറിനെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ പല